बधूनि जयेना सापराधतया मया किल वारिताति भयेन हरि हरि हता दरदया सागता कुपितेव हरि हरि हता दरदया कृष्ण ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും അജ അന്നദ ഏകാദശി ആശംസകൾ. അഷ്ടപതി നമ്മുടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് അഷ്ടപതി എന്താ പറയാ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വസ്തികയില ഗോപികോപന്മാർ ഒരുപാട് പേര് കണ്ടു. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് ഏകാദശിയായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളോടെല്ലാം അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്ന് വിചാരിച്ചു. കുറേ പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ കുറെ പേര് അവരുടെ കണ്ണൻ അത് ഇട്ടിട്ട് അത് എനിക്ക് വീഡിയോ ആക്കിയിട്ട് അയച്ചു തന്നു. പിന്നെ എല്ലാത്തിനും ഞാൻ ഭഗവാനോട് രാധാറാണിയോട് നന്ദി പറയാണ്. ഇനി ഒരു അഷ്ടപതി കൂടി ഇറങ്ങാനുണ്ട്. അത് കല്യാണ അഷ്ടപതിയാണ്. അത് രാധാഷ്ടമി വരാൻ പോവാണ്. സെപ്റ്റംബർ 11 രാധാഷ്ടമി. രാധാഷ്ടമിയിൽ അന്ന് ഞാൻ കല്യാണ അഷ്ടപതി റെക്കോർഡ് ചെയ്തത്. അത് എനിക്ക് മാമിയാണ് ഇഷ്ടമുള്ള അഷ്ടപതി എങ്കിലും റെക്കോർഡ് ചെയ്തപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കല്യാണ അഷ്ടപതി, അടുത്ത വരാൻ പോകുന്ന അഷ്ടപതിയാണ്. അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. അത് രാധയും കൃഷ്ണനും തമ്മിൽ ഒരുപാട് നേരത്തെ വിരഹത്തിന് ശേഷം അവര് ഒന്ന് ചേരുന്ന അതാണ് ആ അഷ്ടപതി എന്ന് പറയുന്നത്. അപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ സർവമംഗളം എന്നാണ് അർത്ഥം. അപ്പൊ ആ സന്തോഷാണ് രാധയുടെ കൃഷ്ണന്റെ ആ കണ്ടുമുട്ടുമ്പോഴുള്ള അവരുടെ രണ്ടുപേരുടെ സന്തോഷാണ് അടുത്ത അഷ്ടപതി. അത് ഞാൻ രാധാഷ്ടമിക്കാണ് അത് റിലീസ് ചെയ്യുക. അത് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും അതും കേൾക്കണം. ഒത്തിരി പേര് സ്വസ്തികയിലെ ഗോപികോപന്മാർ ഒരുപാട് പേര് കേട്ടിട്ട് എന്നോട് കുറെ പേര് അതിന്റെ ഒറിജിനൽ വീഡിയോ ചോദിച്ചു. ഒറിജിനൽ വീഡിയോ ഞാൻ കുറച്ചു പേർക്കൊക്കെ അയച്ചു കൊടുത്തു, മീൻസ് ഓഡിയോ അയച്ചു കൊടുത്തു. ഇത് കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ എനിക്ക് എല്ലാവർക്കും അയച്ചു മീൻസ് മെയിൽ അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ നിന്ന് അതിന്റെ ഓഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ഗോപികോപന്മാരുടെ അഷ്ടപതിയാണത്. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോ ഞാൻ തന്നെ അത് ചിലര് പറഞ്ഞു അത് കേൾക്കുമ്പോ കണ്ണ് നിറഞ്ഞു, അത് കേൾക്കുമ്പോ ഭഗവാന്റെ രാധാറാണിയുടെ ആ ഒരു വിരഹം അറിഞ്ഞു. നമ്മളിങ്ങനെ അത് കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് ഭക്തി കൊണ്ട് കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സന്തോഷം. ഇതിലും വലിയതായിട്ട് എന്താണ് ഇനി എനിക്ക് ജീവിതത്തിൽ കിട്ടാനുള്ളത്? അത് കേട്ടിട്ട് അത് ആസ്വദിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് അത് വീണ്ടും വീണ്ടും കേൾക്കണ എന്റെ സ്വസ്തികയിലെല്ലാ ഗോപികോപന്മാർക്കും ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് രാധാകൃഷ്ണന്മാരുടെ നാമത്തിൽ നന്ദി പറയാണ്. ഒരുപാട് നന്ദി. ഇന്ന് ഏകാദശിയാണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും ഏകാദശി വ്രതത്തിലാണ്. ഏകാദശി മുടങ്ങാതെ എടുക്കാനായിട്ട് ഭഗവാൻ സാധിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് 1-2 ഇപ്പം മുടങ്ങുന്നുണ്ട്. എന്നാലും വേറെ എന്താ പറയാ പ്രദോഷ വ്രതവും ഒക്കെ എടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും മാസത്തിൽ 2 വ്രതം ആചരിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഷഷ്ടി, അല്ലെങ്കിൽ ഏകാദശി, അല്ലെങ്കിൽ പ്രദോഷം. ഏകാദശിയാണ് പ്രധാനമായിട്ട് മുടങ്ങാതെ എടുക്കാൻ ശ്രമിക്കാറുള്ളത്. ഇന്നും സ്വസ്തികയിലെ ഗോപികോപന്മാരെ പോലെ ഞാനും ഏകാദശി വ്രതത്തിലാണ്. ഏകാദശി വ്രതം ആചരിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ ഈ കൃഷ്ണൻ ഈ സ്വസ്തികയിൽ വന്നിട്ടുള്ള 5 ഇയേഴ്സിൽ എന്റെ ലൈഫിലെ മാറ്റം നോക്കണ്ട, എന്റെ കണ്ണന്റെ മാറ്റം നോക്കിയാൽ മതി. എന്റെ ആദ്യമുള്ള വീഡിയോയിൽ എന്റെ കണ്ണൻ ഒരു ചെറിയ പീഠത്തിന്റെ മേലെ ഒരു കോർണറിലാണ് ഇരുന്നിരുന്നത്. ഇപ്പൊ ആള് മഹാരാജാവിനെ പോലെ ഇരിക്കുകയാണ്. എന്റെ വീട്ടിൽ ആരെങ്കിലും വന്ന് കയറിയ ഇതെന്താ പൂജാമുറിയാണോ, ഇതൊരു ക്ഷേത്രമാണോ എന്ന് ചോദിക്കും. കാരണം വാതിൽ തുറന്നാൽ കാണുന്നത് എന്റെ കണ്ണനെയാണ്. അതും ഇങ്ങനെ ഈ അമ്പലം പോലെ ഉള്ള ഈ അമ്പലം പോലെ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പൂജാമുറി ക്ലോസ്ഡ് ഒന്നും അല്ല, ഓപ്പൺ ആണ്. ആ ഓപ്പൺ സ്പേസില് എന്റെ കണ്ണനാണ് നേരെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കോർണർ ഇരുന്ന ഭഗവാൻ ഇപ്പോ മഹാരാജാവിനെ പോലെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുള്ള ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഇത് എനിക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോലും
എന്റെ ഭഗവാനാണ് എന്നെ സഹായിച്ചത്. ഞാൻ വലിയ വലിയ ആഗ്രഹങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പൈസ കൊണ്ടാണെങ്കിലും മറ്റുള്ളവരെ നമ്മളെ കഴിയുന്ന രീതിയിൽ സഹായിക്കുക, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അതോടൊപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഭഗവാന് വേണ്ടിയിട്ട് ഈ അഷ്ടപതികളെല്ലാം പാടിയിട്ട് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇതാണ് എനിക്ക് വലിയ ആഗ്രഹം. 24 അഷ്ടപതിയിൽ ഒരു 10 ഉണ്ടെങ്കിലും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 അഷ്ടപതിയെങ്കിലും ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ടിട്ട് അത് ഭഗവാന്റെ ഭക്തർക്ക് അത് ഒരു ആനന്ദം നൽകുന്ന രീതിയിൽ അത് കേൾപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും ഈ വർഷം 2 റിലീസ് ചെയ്തു. എനിക്ക് ഗുരുവായൂർ ഏകാദശിക്കും ഒരു അഷ്ടപതി റിലീസ് ചെയ്യണം എന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഭഗവാൻ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഷ്ടപതി കൂടി ഞാൻ ഈ കൊല്ലം മീൻസ് അതും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കും. അഷ്ടപതിയുടെ മഹത്വം ഞാനിത് ആദ്യമായിട്ട് എനിക്ക് ജഗസാക്ഷി പ്രഭുജിയോട് നന്ദി പറയാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഇസ്കോണിന്റെ പ്രധാനപ്പെട്ട സ്വാമിജിയാണ് ജഗസാക്ഷി പ്രഭുജി. പ്രഭുജി മുൻകൈ എടുത്തിട്ടാണ് കൃഷ്ണാഷ്ടമി ദിവസം ഭഗവാന്റെ ജന്മദിനത്തിന്റെ അന്ന് അവിടെ അത്രയും ഭക്തജനങ്ങൾ കേൾക്കുമ്പോ എന്റെ അഷ്ടപതി അവിടെ പ്ലേ ചെയ്തു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എത്ര ഭക്തജനങ്ങൾ അത് അവിടെ ഭഗവാന്റെ ആ ഒരു ജന്മദിനത്തിന്റെ സന്തോഷം മൂട്ടിലിരിക്കുമ്പോ അത് ഫസ്റ്റ് ആയിട്ട് അവിടെ പ്ലേ ചെയ്യാ. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ള എന്റെ കൂട്ടുകാരിമാര്, എന്റെ സഖിമാരോടാണ്. എന്റെ ഈ അഷ്ടപതി പ്ലേ ചെയ്യണതും അവിടെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവര് പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, പാലക്കാട്, കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂര്, എറണാകുളത്ത് ഒക്കെ ഉള്ളവര്, കൊല്ലത്ത് ഉള്ള ബിന്ദു ചേച്ചി, നമ്മുടെ രേണുക ഡോക്ടർ, തിരുവനന്തപുരത്ത് രേണുക ഡോക്ടറാണ്. എന്റെ കൂട്ടുകാരിമാരൊക്കെ വന്നപ്പോ എന്റെ വീട്, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ചെറിയ വാടക വീട്ടിലാണ് എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. ഞങ്ങള് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. അപ്പൊ അച്ഛനും അമ്മയും ഞങ്ങള് ചെറുപ്പം മുതലേ ഞങ്ങളിങ്ങനെ വാടക വീടുകളിലാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. അപ്പൊ എന്റെ വീട്ടില് ആകെ ഒരു റൂമും, ട്രിവാൻഡ്രത്തെ വീട്ടിൽ അവർ വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു റൂമും ഒരു ബാത്റൂമും സൗകര്യമേ ഉള്ളൂ. അപ്പൊ മക്കള് വരുമ്പോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നല്ലാണ്ടാണ്ട് എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഇല്ല അവിടെ. അപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു, ഇവരെല്ലാവരും എന്നെ കരുതിയിട്ടാണല്ലോ വരുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചപ്പോ എന്റെ രേണുക ഡോക്ടർക്ക് ലവ് യു. എന്റെ രേണുക ഡോക്ടർ അവരുടെ ഫ്ളാറ്റില് കുറച്ചുപേരെ താമസിപ്പിച്ചു. അതിന്റെ താഴെ ഒരു ഗസ്റ്റ് ഫ്ളാറ്റ് അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ട് കുറച്ചുപേരെ അവരെ അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഉദയശങ്കർ ചേട്ടൻ, ദിവ്യ എന്റെ ഫ്രണ്ടാണ്, എന്റെ കൂട്ടുകാരി. ദിവ്യയുടെ ഹസ്ബൻഡ് ഉദയശങ്കർ ചേട്ടൻ വാട്ടർമാൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പുള്ളി ഒരുപാട് നല്ല നല്ല ഡിവോഷണൽ സോങ്സിന് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ, എന്റെ കൂട്ടുകാരി, അവളാണ് ഇതെല്ലാത്തിനും സഹായിച്ചത്. ഇപ്പോ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ, നമ്മളിപ്പോ ഏത് ഫീൽഡിലാണെങ്കിലും സ്ത്രീകളെയൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒരു ഹോൾഡോ ഒന്നുമില്ലാത്ത ഈ സാധാരണ സ്ത്രീകള് അവരവരുടെ കലാപരമായിട്ടുള്ള ആഗ്രഹങ്ങളുമായിട്ട് വലിയ വലിയ ആളുകളെ സമീപിക്കുമ്പോൾ അവരൊക്കെ പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ എനിക്ക് എപ്പോഴും ഭയങ്കര പേടിയാണ് ഇപ്പൊ ആരോടെങ്കിലും ഇങ്ങനെ പറയാനും. അവരപ്പോ നമ്മളടുത്ത് നിരന്തരമായിട്ട് ഈ വാട്സപ്പിലൊക്കെ ഇങ്ങനെ പറയുകയോ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെങ്ങനെ ഇതാക്കോ, അങ്ങനെയൊക്കെ നമുക്ക് പലതരം പേടികളാണ്. നമുക്ക് പലതരത്തിലുള്ള പേടികൾ. ആരെയാ വിശ്വസിക്കുക, നമുക്ക് പേടിയാണ്. കാരണം വലിയ വലിയ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ സഹായിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഡിമാൻഡ് ഒക്കെ വെച്ച് ചൂഷണം ചെയ്യാം. നമ്മളിപ്പോ എത്രയാ ഇപ്പൊ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന, ഇതിപ്പോ മീഡിയ ഫീൽഡിൽ മാത്രമല്ല, ഏതൊരു ജോലി സ്ഥലത്തായിക്കോട്ടെ, ഇപ്പൊ ഭക്തിയുടെ മാർഗത്തിലായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ തൊഴാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഒരുപാട് പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടീനെ അടുത്ത് പറയാണ്, കൃഷ്ണനെ കാണണോ, നേരത്തെ തൊഴണോ എന്ന് പറയുമ്പോ ആ കുട്ടി വിചാരിക്കണ, ഇത്ര പേരുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചല്ലോ, അപ്പൊ എനിക്ക് എന്തോ എന്റെ ഭക്തി ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മൾ വിചാരിക്കുക. പക്ഷെ ആ കുട്ടിയുടെ ഭംഗിയും ആ കുട്ടിയുടെ ഇതും കണ്ടിട്ടുള്ള ഇതിൽ അവരെ ചൂഷണം ചെയ്യാനാണ് വിളിക്കണമെന്നുള്ളത് അത് അവര് മനസ്സിലാക്കണില്ല. അപ്പൊ
ഈ ഏതൊരു നമുക്കിപ്പോ എന്ത് കഴിവുണ്ട് എന്ന് പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡ് നമുക്ക് ആ ഫീൽഡിൽ ഇല്ല. കലിയുഗത്തിലെ കാര്യമാണ് ഞാൻ പറയണത്. കലിയുഗത്തില് നമ്മൾക്ക് എത്ര കഴിവുണ്ടായിട്ടാലും ആ കഴിവുള്ളവരെ ആരും അംഗീകരിക്കില്ല. ഇതുപോലെ ഹോൾഡ് ഉള്ളവര് സമൂഹത്തിൽ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തിട്ട് ഭയങ്കര വലിയ ആളുകളാവുക, എന്നിട്ട് ആളുകളെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യുക, അവരെ ഇങ്ങനെ ഭഗവാൻ പന പോലെ ഇങ്ങനെ വളർത്തിയിട്ട് ടപ്പേന്ന് ഒരു ദിവസം അങ്ങോട്ട് ഇടും ഭഗവാൻ. അതാണ് ഭഗവാൻ ചെയ്യുക. പക്ഷെ എന്നാലും അത്ര കാലവും എത്രയോ പേരെ അവര് വിഷമിപ്പിച്ചിട്ടുണ്ടാവും, എത്രയോ പേരെ അവര് ചൂഷണം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ സമൂഹത്തില് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്റെ ഈ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകരെ ഒക്കെ സമീപിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പോഴാണ് എന്റെ ഭഗവാൻ എനിക്കൊരു ഗോപികയെ കൊണ്ടു തന്നത്, ദിവ്യ. അവള് എന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ എന്റെ കൂട്ടുകാരി ആവണമെന്ന് പറഞ്ഞ് നടക്കാം. പക്ഷെ എനിക്ക് പെണ്ണുങ്ങളെ കൂടി പേടിയാണ്. എന്റെ പിന്നാലെ വരുന്ന സ്ത്രീകളെ പോലും എനിക്ക് പേടിയാണ്. എന്തിനാ ഇനി അവരെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, എന്തിനാ എന്റെ പിറകെ ഇങ്ങനെ നടക്കണേ. അപ്പോ ദിവ്യ കുറേ സ്ഥലത്ത് എന്നെ കാണാനും ഇതിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അധികം ഒന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു. പിന്നെ എന്റെ കൂടെ അഹോബിലത്തിലെ കുട്ടികളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാന് അധികം ഒന്നും എനിക്ക് ഇഷ്ടമായി, നല്ല കുട്ടിയാന്നൊക്കെ മനസ്സിലായെങ്കിലും അധികം ക്ലോസ് ആയില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു ആളുടെ വൈഫാണ്. അപ്പൊ അവള് തന്നെ എന്നോട് പറഞ്ഞു, സ്വസ്തിക ഇത് റെക്കോർഡ് ചെയ്യണം, ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം, ഞാൻ ഹസ്ബൻഡിനോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഭഗവാൻ എവിടെയും കൊണ്ടുപോയി നമ്മളെ ഒരു വിഷമത്തിലും ഉണ്ടാക്കാതെ ഭഗവാൻ തന്നെ എന്റെ ഒരു കൂട്ടുകാരിയെ, ഒരു ഗോപികയെ വിട്ടു തന്ന, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയെ വിട്ടു തന്ന എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ സ്ത്രീകളോടും പറയുന്നത് ഇതാണ്, നമ്മൾക്ക് ഭയങ്കര ആഗ്രഹങ്ങളും നമുക്ക് ഭയങ്കര കഴിവുകളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ആഗ്രഹം മൂത്തിട്ട് എവിടെയും പോയി ചാടരുത്. കാരണം എല്ലാ സ്ഥലത്തും നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പതിയിരിക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം ജനൂനാണ്. അത് ഭഗവാൻ എന്നെങ്കിലും അത് സാധിപ്പിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കി തരും. അപ്പോ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ശരിക്കുള്ള സമയമാവുമ്പോ ഭഗവാൻ നമ്മളെ ഉയർത്തും, അതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി തരും. അപ്പൊ ദിവ്യ പാലക്കാട് നിന്ന് വന്നു. ഇത് റെക്കോർഡ് റിലീസ് ചെയ്യുമ്പോൾ ഇസ്കോൺ ട്രിവാൻഡ്രത്തിൽ അത് കാണാൻ വേണ്ടിട്ട് അവള് വന്നു. പിന്നെ ശ്രീഷ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എനിക്ക് കുറെ സൗന്ദര്യ ലഹരിയുടെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് തരുന്നത് അവളാണ്. ഞാൻ പറയും, അതിൽ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ പേര് വെക്കുകയെന്ന് പറയുമ്പോൾ പറയും, ചേച്ചി എനിക്ക് പേരൊന്നും വെക്കണ്ട, ഇത് ചേച്ചിക്ക് ഒരു സർവീസ് ആയിട്ട് ചെയ്തു തരുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ ഇതുപോലെ ഒരു 4 years ആയിട്ട് എന്റെ പിന്നാലെ ഉണ്ട്. അതായത് ഗുരുവായൂർ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ ശ്രമിക്കുകയോ എല്ലാം ചെയ്യെങ്കിലും ഞാൻ അവോയ്ഡ് ചെയ്യാ. എനിക്ക് പേടി, എനിക്ക് വേണ്ട, അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ അവരൊന്നിനും വേണ്ടി അല്ലാണ്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോ ഭഗവാൻ എന്റെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ആ കുട്ടി അതിന്റെ കുഞ്ഞു മോളെയും കൊണ്ട് വന്നു റിലീസിന് വേണ്ടിട്ട്. പിന്നെ എന്റെ ഗീത ചേച്ചി, എന്റെ അമ്മയെ പോലെ കാണുന്ന ഗീത ചേച്ചിയും ദീപ ചേച്ചിയും, എന്താ പറയാ, നമ്മുടെ ഗോപിക ഗ്രൂപ്പിലെ അച്ഛനും അമ്മയുമാണ് ഗീത ചേച്ചിയും ദീപ ചേച്ചിയും. ദീപ ചേച്ചി എന്ന് പറഞ്ഞാല് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അത്രയും ഏജില് നമുക്ക് എല്ലാവർക്കും പ്രചോദനാണ് ചേച്ചി എന്ന് പറഞ്ഞാല്. ഭക്തിയുടെ കാര്യത്തിലായിക്കോട്ടെ, നല്ല സുന്ദരി മണിയായിട്ട് ഒരുങ്ങി നടക്കുക, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര ആ പക്വതയോടുള്ള ചേച്ചിയുടെ പെരുമാറ്റം. എന്തെങ്കിലും വിഷമം വന്നാൽ ഒരു 100 പ്രാവശ്യം എന്നെ വിളിക്കും. ഈ സ്വസ്തിക പേജ് തുടങ്ങിയ ബിഗിനിങ്ങിൽ മുതൽ തന്നെ ചേച്ചി എനിക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ ഇടും. ഞാൻ അവോയ്ഡ് ചെയ്യും, എനിക്ക് പേടിയായിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഇട്ട് ഞാൻ തിരിച്ച് ഒരു റിപ്ലൈ കൊടുത്തില്ലേലും ഇട്ടിട്ട് 2-3 വർഷത്തോളം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാലും ചേച്ചി ഏത് വീഡിയോ കണ്ടാലും മോളെ ഇത് നന്നായിട്ടുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ് അവസാനം എന്റെ ഹൃദയത്തിലങ്ങ് കയറി പറ്റുക ചെയ്യണത്. അതുപോലെ ഗീത ചേച്ചി ആണെങ്കിൽ അങ്ങനെ തന്നെയാ. എവിടെ പോകുമ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്നെ കൊണ്ട് നടക്കുക. അതായത് എവിടെ പോകുമ്പോഴും ഏത് അമ്പലങ്ങളിലും എല്ലാം പോകുമ്പോഴും ഞങ്ങളുടെ എല്ലാ ട്രിപ്പും അറേഞ്ച് ചെയ്യണതും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണതും ഒരു അച്ഛനെ പോലെ ഞങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര. ഞങ്ങളന്ന് ഇവിടെ തമിഴ്നാട് പോയപ്പോ ഒരു അമ്മമ്മേനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൂടെ കൂടിയ രംഗനാഥപുരത്ത് വെച്ചിട്ട് രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ കൂടെ കൂടിയ ഒരു അമ്മമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു പാർട്ടിയുടെ കാര്യം. ആ പാർട്ടി ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ ഓരോരുത്തരെ അഷ്ടലക്ഷ്മിമാരെന്നാണ് അവർ
അവർ പറഞ്ഞത്. എന്നിട്ട് അതില് വീരലക്ഷ്മി എന്ന് പറഞ്ഞത് ഗീത ചേച്ചിയാ. കാരണം ഗീത ചേച്ചി പണ്ട് കേണലായിരുന്നു. അപ്പോ പുള്ളിക്കാരത്തി പട്ടാളത്തിലായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി വീരലക്ഷ്മിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചേച്ചിയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ റീഡയറക്ട് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരിക, ഞങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ആരോടൊക്കെ സംസാരിക്കുക, അതിനൊന്നും എനിക്ക് അങ്ങനെ അത് വലിയ ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും, വല്ല തെറ്റൊക്കെ കണ്ടൊക്കെ പറയുമെങ്കിലും എന്നാൽ അതിനൊരു പക്വതയായ രീതിയിൽ സംസാരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തില് വീരലക്ഷ്മി ആയിട്ടുള്ള ഗീത ചേച്ചിയാണ്. ഗീത ചേച്ചി, പിന്നെ നമ്മുടെ രേണുക ഡോക്ടർ ട്രിവാൻഡ്രത്താണുള്ളത്. രേണുക ഡോക്ടറാണ് എന്താ പറയാ, രേണുക ഡോക്ടറെ പറ്റിയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വണ്ടിയെടുത്ത് കൊണ്ടുപോകും. ഞങ്ങളുടെ സാരഥിയാണ്. വണ്ടിയെടുത്ത് ഏത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. ക്ലിനിക്കൊക്കെ പൂട്ടും. എന്നിട്ട് ഹസ്ബൻഡിനോട് പറയും, കുട്ടികളെയൊക്കെ അടുത്തൊക്കെ പറഞ്ഞിട്ട് സ്വസ്തികയും കൂട്ടുകാരിമാരും വന്നു ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് പാവട്ടോ എല്ലാം ചെയ്തു തരും. പിന്നെ വന്നിട്ട് ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസിലെ SI ആണ്. പക്ഷെ ആ SI വരെ ഒരു കണ്ണിന്റെ ഇത് കൊണ്ട് നിർത്തുന്ന ആളാണ് ബിന്ദു ചേച്ചി. നമ്മുടെ കൂട്ടത്തില് ബിന്ദു ചേച്ചീനെയാണ് എന്താ പറഞ്ഞത്, ഏത് ലക്ഷ്മി എന്നാ പറഞ്ഞത്, ഭാഗ്യലക്ഷ്മിന്നോ അങ്ങനെ എന്തോ ആണ്. ഭയങ്കര ഹോംലി ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ജീവനാണ്. ഹസ്ബൻഡിനെ ഇനി അടുത്ത ജന്മത്തിൽ അതേ പോലീസുകാരനെ തന്നെ എനിക്ക് വേണം ഹസ്ബൻഡായിട്ടെന്ന് പറയുന്ന ഒരാളാണ് ബിന്ദു ചേച്ചി. അവർ ഭയങ്കര കോംബോ ആണ്. ഹസ്ബൻഡ് വൈഫ് എല്ലാ ചാർധാമിലും അവര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ്. അപ്പൊ ചേച്ചിയാണ്. ചേച്ചി ഓടി വന്നു രാത്രിയില് ഞങ്ങളുടെ കൂടെ വന്ന് രാത്രി കഷ്ടപ്പെട്ട് ബസ് കയറി കൊല്ലത്തിറങ്ങി. ചേട്ടൻ വന്നു വിളിക്കാൻ, ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് പുള്ളിക്കാരത്തിനെ വിളിക്കാൻ വന്നു. രണ്ടുപേരും 3 മണിയായി രാത്രിയിൽ വീട്ടിലപ്പോ എന്റെ ഈ അഷ്ടപതി സമർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ വന്നത്. അപ്പോ ഭഗവാന് സത്യം പറഞ്ഞാൽ എനിക്ക് ഗോപികമാരുടെ ഗോപികമാരുടെ ഒരു അംശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സ്നേഹിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിട്ട് ഭഗവാൻ അയച്ച ഗോപികമാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചി എന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഒരു 4 years ആയിട്ടുണ്ട് പുള്ളിക്കാരത്തി. നമ്മുടെ ലക്ഷ്മി ചേച്ചി എന്റെ എല്ലാ സന്തോഷത്തിലും എന്റെ എല്ലാ ദുഃഖത്തിലും സത്യം പറഞ്ഞാൽ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വേണമെങ്കിൽ അറിയാം. എന്നെ പറ്റിയുള്ള എല്ലാ സീക്രട്സും എന്നെ എല്ലാ കാര്യങ്ങളും അറിയണത് ലക്ഷ്മി ചേച്ചിക്കാണ്. അപ്പൊ ആ ലക്ഷ്മി ചേച്ചി വന്നു കോഴിക്കോടുന്ന്. പിന്നെ കണ്ണൂരുള്ള നമ്മുടെ അംബിക ചേച്ചിയാണ് ഞങ്ങളുടെ കൂട്ടത്തില് അന്നലക്ഷ്മി എന്ന് പറയുന്നത്. അതായത് നല്ല ഭംഗിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. ആളൊരു പാചകക്കാരിയാണ്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. ഭഗവാന്റെ അതിമനോഹരമായിട്ട് മാല കെട്ടും. ആദ്യമൊന്നും മാല കെട്ടാൻ അറിയില്ലായിരുന്നു. സ്വസ്തികയിൽ വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഭഗവാൻ മാല കെട്ടി ഇടുന്ന കണ്ടിട്ട് ആ ചേച്ചി ഓൺലൈനിലും മാല കെട്ടാൻ പഠിച്ചെന്നാ പറഞ്ഞ. ഇപ്പൊ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നിറയെ തുളസി കൊണ്ട് നിറയെ മാല കെട്ടും. ഇത്ര വലിയ മാല വരെ, ഹാരം വരെ കെട്ടും. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഏത് ക്ഷേത്രത്തിൽ വന്നാലും ചേച്ചിയുടെ ഒരു മാല ഭഗവാന് ഉണ്ടാവും. അപ്പൊ ഞങ്ങളെന്നെ അത്ഭുതപ്പെടും, എങ്ങനെയാ ഇത്രയും നന്നായിട്ടോ തുളസി, അതോ ചേച്ചി കെട്ടണ തുളസിമാല ഒരിക്കലും വാടില്ല. അങ്ങനെ ചേച്ചി ഒരുപാട് ആരുമില്ലാണ്ട് ഒരുപാട് ആ 2 ആൺകുട്ടികളെ വളർത്തിയെടുക്കുക ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇന്ന് ആ 2 ആൺകുട്ടികളും എന്നുവെച്ചാൽ അവർക്ക് 2 പേർക്ക് ജോലി കിട്ടി. എല്ലാം ഈ സ്വസ്തിക വീഡിയോസ് കാണാൻ തുടങ്ങിയ ശേഷമാണ് അതിലൂടെ വന്ന മാറ്റാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പൊ അംബിക ചേച്ചി ഇപ്പോഴും പാചകം ചെയ്യാൻ പോകും. എന്നിട്ട് കഷ്ടം തോന്നും എനിക്ക്. ഉച്ചയ്ക്ക് പോയാൽ രാവിലെ മോളെ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാ. രാവിലെ ആ പാചകശാലയിൽ കിടന്നു ഉറങ്ങും ആ തറയില്. അപ്പോ പാവാണ് അവരുടെ ജീവിതം. അപ്പൊ ആ ഗോപികയും എന്റെ കൂടെ ചേർന്ന് എന്റെ എല്ലാ യാത്രകളിലും ആ ഗോപികയും ഉണ്ട്. അവരെ ആ നമ്മുടെ ആ പാട്ടി അന്നലക്ഷ്മി എന്നാണ് പറഞ്ഞത്. കാരണം അവര് നല്ലതാണ് ഫുഡ് ഉണ്ടാക്കും. അതാണ് നമ്മുടെ അംബിക ചേച്ചി. പിന്നെ നമ്മുടെ ദീപചേച്ചിന്റെ സന്താനലക്ഷ്മി എന്നാട്ടോ പറഞ്ഞ. ദീപചേച്ചി എന്ന് പറഞ്ഞാല് ഒരു അമ്മയെ പോലെയാ ഞങ്ങളുടെ. ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യും. എന്ത് തെറ്റ് കണ്ടാലും സാരില്ല സ്വസ്തികുട്ടി, സാരില്ല സ്വസ്തികുട്ടി വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാമ്പർ ചെയ്യുന്ന ഒരാളാണ് ദീപചേച്ചി എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മുടെ ദിവ്യ എല്ലാരും പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ലക്ഷ്മിപ്രിയ, നമ്മുടെ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ പാട്ട് പാടിയില്ലേ,
അവളെ പറ്റി പറയുകയാണെങ്കിൽ അവള് തിരുവനന്തപുരത്താണ്, അവള് സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അവൾക്കിപ്പോ ഈ റീസൺലി ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടണതിന്റെ ഈ അഡ്വൈസ് മെമ്മോ അവള് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങള് ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ അവളെ വീട്ടിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചിട്ട് ഞങ്ങളെ അഷ്ടപതി സമർപ്പണത്തിന് അവള് വന്നിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോയി, അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ അവളുടെ അമ്മയ്ക്കൊക്കെ ഉണ്ടായ ഒരു സന്തോഷം, എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരുന്നു. കൃഷ്ണന്റെ ഗോപികമാര് വന്നു എന്ന് പറഞ്ഞിട്ട് അവള് എന്തൊക്കെയാ ഓടി നടന്ന് ചെയ്യണത്, എനിക്ക് അറിയില്ല ആ കുട്ടി എന്തൊക്കെയാ ചെയ്യണെന്ന്. അവസാനം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഞങ്ങൾ പറഞ്ഞു നാളെ ഞങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് ഏത് സ്കൂളിലാ കിട്ടിയത്? അത് അറിയില്ല സ്വസ്തിക, നാളെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പകുതി ദൂരെത്തിയപ്പോ അവള് വിളിച്ചു പറയാണ്, എടാ എനിക്ക് അറിഞ്ഞു സ്കൂൾ ഏതാണെന്ന് അറിഞ്ഞു, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള സാൻസ്ക്രിറ്റ് ഫോർട്ട് സ്കൂളിലാണ് എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതമായി. കാരണം പിറ്റേ ദിവസം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അവളുടെ വീട്ടിൽ നിന്ന് അടുത്ത പോകുന്നത് ഞങ്ങൾ ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ആ ശ്രീവരാഹ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് അഡ്വൈസ് മെമ്മോ വന്നത് അതേ ക്ഷേത്രത്തിനടുത്തുള്ള സ്കൂളിലുമാണ്. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവള് പറഞ്ഞു എനിക്ക് പറ്റണപ്പോഴെല്ലാം ഞാൻ പത്മനാഭ സ്വാമിയെ പോയി കാണും, അതിനുള്ള അവസരമാണ് എനിക്ക് തന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയാ, അവള് വന്നിരുന്നു അഷ്ടപതി സമർപ്പണത്തിന്. അങ്ങനെ ഭഗവാന്റെ മഞ്ജു മുരുകന് വരാൻ പറ്റിയില്ല, അവളെ മിസ് ചെയ്തു. സുനിതയ്ക്ക് വരാൻ പറ്റിയില്ല, അവളെ മിസ് ചെയ്തു. അങ്ങനെ എല്ലാവരും പിന്നെ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരാളുണ്ട്, അഞ്ജു. അവള് ഒരു BPO ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് വർക്കുണ്ട്. ഒരു ആണിന്റെയും പെണ്ണിന്റെയും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്യണ ഒരു ബോൾഡ് ലേഡിയാണ് അഞ്ജു. അപ്പൊ അവളാണ് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ എവിടെ പോണെങ്കിലും അവള് ലീവ് എടുത്തിട്ട് എന്റെ കൂടെ ഇങ്ങനെ വരും. അപ്പൊ അവളും വന്നിരുന്നു. അവൾക്ക് വേറെ ഇപ്പൊ അവൾക്ക് ടൂറിനൊന്നും വരാൻ പറ്റില്ല. അവൾ ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളിൽ കഷ്ടപ്പെടുക. എന്നിട്ടും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവള് പറയും, നീ ഒരു മാസത്തിന് മുന്നേ എന്നോട് പറയണം ലീവ് എടുക്കണമെങ്കിൽ ഞാൻ വരും എന്ന് പറയും. അപ്പൊ ഒരു മാസത്തിന് മുന്നേ പറയാം. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ജോലിയില്ല, ഒന്നുമില്ല, എന്റെ പിറകെ ഇങ്ങനെ നടക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരിമാരെ കിട്ടിയതാണ്. ആ സൗഹൃദങ്ങളാണ് എന്റെ സന്തോഷം. എന്റെ അമ്മയുടെ പിറന്നാളുമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് പോലും ഞാന് പണ്ടൊക്കെ ഇങ്ങനെ കഥകൾ പറയെങ്കിലും എന്താണ് എന്റെ ഒരു എന്താണ് ഞാനെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അമ്മ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മള് റെന്റിന് താമസിക്കുന്ന ട്രിവാൻഡ്രത്ത് തൊഴുവങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഞാൻ പണ്ടേ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് റെന്റിന് താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു കാഞ്ഞിരമറയിൽ ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ സർജറിക്ക് വേണ്ടിയിട്ടാണ് അത് വിൽക്കേണ്ടി വന്നത്. പിന്നെ ഞങ്ങള് പഠിത്തമൊക്കെ ആയിട്ട് കല്യാണമൊക്കെ ആയിട്ട് പിന്നെ വീടൊന്നും വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവാത്തോണ്ടാണ് ഞങ്ങൾ അവിടെ ആ ഭാഗത്തൊക്കെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. എന്റെ അമ്മയ്ക്ക് എപ്പോഴും ഉള്ള ഒരു വിഷമം അതാണ്, അതായത് സ്വന്തമായിട്ട് വീടില്ലല്ലോ എന്നൊരു വിഷമാണ്. പക്ഷെ എനിക്കും എന്റെ അനിയത്തിക്കും വീടുണ്ട്, പക്ഷെ അവരവിടേക്ക് വരില്ല. അവർ ഭയങ്കര അഭിമാനികളാണ്, അവർക്ക് തന്നെ വീട് വേണം എന്നാണ്. അപ്പൊ എന്റെ അനിയത്തി ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. അവള് US-ലാണ്, അവളും ഹസ്ബൻഡ് US-ലാണ്. അപ്പൊ അവളിപ്പോ US-ൽ പോയിട്ട് ഒരു 1.5 years ആവുന്നതേ ഉള്ളൂ. അപ്പൊ അവള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് അവളിപ്പം. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക, അവൾക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കണേ, അവൾക്ക് ഇഷ്ടംപോലെ അവളെ ജീവിതത്തിൽ ഒരുപാട് ഉയർത്തണേ, എന്നാലേ അമ്മയ്ക്ക് ഉള്ള ആഗ്രഹം സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ അനിയത്തിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്കുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പൊ എന്റെ അനിയത്തിക്കെങ്കിലും അതിനൊരു സാഹചര്യം കിട്ടണേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. ഭഗവാൻ അവളുടെ കുടുംബത്തിന് ഉയർച്ച കൊടുത്തിട്ട് അവളിലൂടെ എന്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1.5 yearനുള്ളിൽ എന്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങള് വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോൾ ഞാൻ എന്നും പോകുന്ന ക്ഷേത്രമാണ് കാഞ്ഞിരമറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. പിന്നെ ഞാൻ പോകുന്നത് പിന്നെ ആദ്യം ആ അമ്പലത്തിൽ തൊഴും, പിന്നെ ആരിക്കോണം ദേവീക്ഷേത്രത്തിൽ തൊഴും, പിന്നെ തൊഴുവങ്കോട് ദേവീക്ഷേത്രത്തിൽ തൊഴും. ഇതാണ് എന്റെ റൂട്ടീൻ. എല്ലാ സൺഡേയും ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങും. ഒരു തുളസിമാലയും കാണും എന്റെ കയ്യില്, ഒരു എന്താ പറയാ മറ്റേ
എന്താ കറുകപ്പുല്ല് മാലയും ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇറങ്ങും. അപ്പൊ അച്ഛൻ പറയും ഇതാ ഭക്തകുജയിൽ ഇറങ്ങി എന്ന് പറയും. എന്നെ കളിയാക്കാറുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോഴേ ഒരു 13 വയസ്സ് മുതലേ എന്റെ റൂട്ടീൻ അതാണ്. അതായത് സ്കൂളില്ലാത്ത സമയങ്ങളില് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലെ മാല കെട്ടി ഇറങ്ങും. എന്നിട്ട് ഫസ്റ്റ് ഞാൻ കാഞ്ഞിരംപാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് മാല, അവിടുത്തെ കൃഷ്ണന് മാല കൊടുക്കും, അവിടുത്തെ ഗണപതിക്ക് മറ്റേ മാലയും കൊടുത്തിട്ട് നമ്മുടെ കറുകപ്പുല്ല് മാലയും കൊടുത്തു കഴിഞ്ഞ് നേരെ ആരിക്കോണം ദേവി ക്ഷേത്രത്തിൽ വരും. എന്നിട്ട് അവിടെ തൊഴുത്തിട്ട് നേരെ തൊഴുവങ്കോട് ദേവി ക്ഷേത്രത്തിൽ പോകും. പിന്നെ അവിടെ നിന്ന് ദീപാരാധന തൊഴുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരും. ഇതാണ് എന്റെ റൂട്ടീൻ എന്ന് പറയുന്നത് സൺഡേസിലുള്ള. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന അമ്പലമാണ് ഇതെല്ലാം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് ചെല്ലുമ്പോ എനിക്ക് അത്ഭുതമായി. എന്റെ കൃഷ്ണന്റെ അമ്പലത്തിൽ എന്തൊരു തിരക്കാണ്. അവിടെ ആകെ മൊത്തം മാറി. കാഞ്ഞിരംപാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഒരുപാട് ചേഞ്ചായി. ഇത്ര ഭക്തജനങ്ങളാ അവിടെ വരുന്നത്. ഒരുപാട് സന്തോഷമായി. പിന്നെ ആരിക്കോണം ദേവി ക്ഷേത്രത്തിലെ മാതൃസമിതിക്കാരെ എന്നെ വിളിച്ചിട്ട് അവര് ആദരിച്ചു. അവര് എന്റെ പ്രഭാഷണം മാതൃസമിതിയിൽ അവര് വെച്ചു. അപ്പൊ എന്റെ അമ്മയെ അവര് ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അമ്മ ഇപ്പോഴാണ് എന്റെ ഒരു ഇമ്പോർട്ടൻസോ എന്താ എനിക്കറിയില്ല, അമ്മ കരയുന്നുണ്ടായിരുന്നു. അമ്മയുടെ പിറന്നാളും കൂടിയായിരുന്നു അന്ന്. അപ്പൊ ആരിക്കോണം ദേവീക്ഷേത്രത്തില് എന്റെ അഷ്ടപതി രാവിലെ വൈകുന്നേരവും വെക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടുത്തെ മാതൃസമിതിയിലുള്ള അമ്മ എന്നോട് പറഞ്ഞു, അമ്മയും അമ്മയുടെ മകളും എന്നോട് പറഞ്ഞു, ഞങ്ങള് ഇത് രാവിലെ വൈകുന്നേരവും കുട്ടിയുടെ അഷ്ടപതി ഇവിടെ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ വൈകുന്നേരം ഇപ്പൊ ആരിക്കോണം ദേവീക്ഷേത്രത്തിൽ അഷ്ടപതി പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു സന്തോഷം. പിന്നെ തുഴങ്കോട് അങ്ങനെയാണ് എന്റെ പണ്ടത്തെ റൂട്ടീൻ. അമ്പല ദർശനം എന്ന് പറഞ്ഞാൽ ഈ 3 ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നു. ഇപ്പൊ ഞാനൊരു 4 years ആയിട്ടാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ സന്ദർശിക്കണത്. ഇത്രയധികം മാറ്റം ജീവിതത്തിൽ വരണമൊക്കെ എനിക്ക് ഭഗവാൻ ഈ ഒരു 4 years ആയിട്ട്, കൊറോണ ടൈം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത്രയധികം ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയത്. എനിക്ക് ഇത്രയധികം ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായത് ഒക്കെ എല്ലാം ഗോപികോപന്മാരുടെയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ്. എനിക്ക് ഇനിയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്കിങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ പോണേ. അങ്ങനെ ഇനിയും അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. എന്നാലും എനിക്ക് ഇങ്ങനെ അഷ്ടപതി ഇനിയും റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഭഗവാൻ സാധിപ്പിച്ചു തരട്ടെ. അതുപോലെ എല്ലാവർക്കും, എന്റെ ഗോപികമാരെ, എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാരിമാർക്കും, എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റും ഞാനിങ്ങനെ കഥയും എല്ലാം പറയുമെങ്കിലും ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആളും കൂടിയാണ്. അതായത് എന്നെ അങ്ങനെ ചുമ്മാതെ ഞാൻ ഇമോഷണൽ ആവില്ല. ഈ ഭഗവാന്റെ പേരിൽ മാത്രമേ ഞാൻ ഇമോഷണൽ ആവുള്ളൂ. ചില അമ്പലങ്ങളിൽ ചെന്നാലും ചില ഫീലൊക്കെ വന്നാലും ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് കരച്ചിൽ വരും. അപ്പോഴൊക്കെ എന്റെ കൂടെ അതേ ഫീലോട് കൂടിയിട്ട് അവരും അതിന്റെ കൂട്ടുകാരിമാർക്കും അതേ ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ അഷ്ടപതി സമർപ്പണ സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഇത്രയധികം ഭക്തജനങ്ങളുടെ അടുത്ത് ആ പാട്ട് കേൾപ്പിച്ചപ്പോ ജഗസാക്ഷി പ്രഭുജിയുടെ നേതൃത്വത്തിൽ അത് പാട്ടിങ്ങനെ റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ എല്ലാവരും കേൾക്കുമ്പോ എനിക്ക് ആ കരച്ചിൽ വന്നുപോയി. ഞാൻ കരഞ്ഞ കൂട്ടത്തില് എന്റെ കൂട്ടുകാരിമാര് എല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അതാണ് എനിക്ക് അങ്ങനെ, അതാണ് ഭഗവാന്റെ സന്തോഷം. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ ഐക്യം എപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരുപാട് സന്തോഷം. എന്റെ കൂട്ടുകാരിമാർക്ക് എല്ലാ ആയുസ്സും ആരോഗ്യവും അഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ. പിന്നെ എന്റെ ദേവൂസിന്, കാരണം അവൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഉള്ള ഒരാളാണ് എന്റെ മോള്. അപ്പൊ അവൾ ഈ അഷ്ടപതിയുടെ ഈ റെക്കോർഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതാണ് ഏറ്റവും, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയെ ഓർത്ത് ഒരു മകൾ പ്രൗഡ് ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവളുടെ അത്ര പെർഫെക്റ്റ് അമ്മയൊന്നും അല്ല. എന്റെ മോൾ ഒത്തിരിയും സഫർ ചെയ്യുന്നുണ്ട് എന്നെ കാരണം. എന്റെ ഈ പ്രാർത്ഥനയും ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അവൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ട് ദേവ് കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾ എന്നോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ, അമ്മ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് കിട്ടിയ വലിയൊരു സമ്മാനമായിട്ട് തോന്നി. എന്റെ എല്ലാ കൂട്ടുകാരിമാർക്കും ഇനി ജീവിതത്തിലെ കൂട്ടുകാരിമാര് വരാനുണ്ടാവും അറിയില്ല. എന്തായാലും എന്നെ സഹായിക്കുന്ന അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥന്, കാരണം ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്ന് നമ്മളെ സ്നേഹിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും
എന്നെ വിഷമിപ്പിക്കുന്നവരോടും എന്നോട് ദ്രോഹിക്കുന്നവരോടും എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ആരോടും ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും വഴക്കുണ്ടാക്കും ഒക്കെ ചെയ്യെങ്കിലും ഞാൻ ഒന്നും ഉള്ളിന്റെ ഉള്ളിൽ എടുക്കാറില്ല. അത് ആ സമയത്തുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കും. ഇനി അത് ഭഗവാൻ നോക്കിക്കോളൂ എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ആരോടും സ്ഥായിയായിട്ടുള്ള വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സ്വസ്തികയിലൂടെ ഇനിയും ഭഗവാന്റെ കഥകൾ പറയാനുള്ള അവസരം ഉണ്ടാവണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഭഗവാന്റെ കൂടുതൽ ഭക്തിമയമായിട്ടുള്ള രാധാറാണിയും കൃഷ്ണനെയും കുറിച്ചുള്ള ഒരുപാട് ഭക്തിമയമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കണം. അതൊക്കെയാണ് എന്റെ വലിയ ആഗ്രഹം. പിന്നെ എല്ലാവർക്കും എന്നെ ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. അപ്പോ സെപ്റ്റംബർ 11 രാധാഷ്ടമിക്ക് അടുത്ത അഷ്ടപതി ഇറങ്ങും. ആരും കേൾക്കാൻ മറക്കരുത്.